വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മലയാളി സൈനികൻ 6 പേർക്ക് ജീവന്റെ തുടിപ്പ് നൽകി വിടവാങ്ങി. കാസർഗോഡ് പെരുമ്പള സ്വദേശി കെ നിതീഷിന്റെ അവയവങ്ങൾ ബംഗളൂരു, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലെ 4 സൈനികർ ഉൾപ്പെടെ 6 പേർക്കാണ് ദാനം ചെയ്തത്. ഈ മാസം 15-ന് കാസർഗോഡ് പൊയ്നാച്ചിയിലുണ്ടായ വാഹനാപകടത്തിലാണ് നിതീഷിന് ഗുരുതരമായി പരിക്കേറ്റത്. ബംഗളൂരുവിലെ സൈനികാശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കരസേന ഉദ്യോഗസ്ഥർ ബന്ധുക്കളുമായി ചർച്ച നടത്തിയത്. നിതീഷിന്റെ കുടുംബം സമ്മതിച്ചതോടെ പിന്നീട് അതിവേഗ നടപടികൾ. ചികിത്സയിലുള്ള 3 സൈനികർക്കായി കരൾ, കോർണിയ, വൃക്ക എന്നിവ എയർ ആംബുലൻസിൽ മണിക്കൂറുകൾക്കകം ഡൽഹിയിലെ സൈനികാശുപത്രിയിൽ എത്തിച്ചു. ബംഗളൂരുവിലെ കമാൻഡ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള സൈനികന് വൃക്ക നൽകി. ഹൃദയവും ശ്വാസകോശവും പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തിച്ചു. മണിക്കൂറുകൾക്കകം എല്ലാ ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തീകരിച്ചു. ൽ കരസേനയിൽ പ്രവേശിച്ച നിതീഷ് ഹരിയാന അംബാലയിൽ സിഗ്നൽമാനായി ജോലി ചെയ്യുകയായിരുന്നു. ജനുവരി അവസാനമാണ് നാട്ടിലെത്തിയത്. വിടവാങ്ങിയെങ്കിലും നിതീഷിന്റെ അവയവങ്ങൾ ഇനിയും രാജ്യത്തിനു വേണ്ടി തുടിക്കും. ബംഗളൂരു.